എൻ്റെ സ്വപ്നങ്ങളുടെ ഇന്ത്യ ഒരു മതം വികസിപ്പിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതായത് ആരും പൂർണ്ണ ഹിന്ദുവോ അല്ലെങ്കിൽ പൂർണ്ണ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ പൂർണ്ണമായും മുസൽമാനോ ആകണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ മതങ്ങൾ പരസ്പരം യോജിച്ച് പ്രവർത്തിച്ച് അത് പൂർണ്ണമായും സഹിഷ്ണുതയോടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. ബഹുസ്വരമായ നമ്മുടെ രാജ്യത്ത് മതേതരത്വം എന്നാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. എല്ലാ മതസമൂഹങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യവ്യാപകമായി ഒരേപോലെ പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഏകീകൃത നിയമഘടനയാണ് UCC അഥവാ ഏകീകൃത സിവിൽ കോഡ്. UCCയുടെ ചരിത്രവും പ്രായോഗികതയും നോക്കാം. നമ്മുടെ രാജ്യത്ത് നിയമങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്രിമിനൽ നിയമങ്ങൾ, മറ്റൊന്ന് സിവിൽ നിയമങ്ങൾ. ഇതിൽ ക്രിമിനൽ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഉദാഹരണത്തിന് ഒരു കൊലപാതകം ചെയ്ത ആൾക്ക് നൽകുന്ന ശിക്ഷയിൽ അയാളുടെ മതമോ ജാതിയോ ഒന്നും കണക്കിലെടുക്കാറില്ല. സിവിൽ നിയമങ്ങൾ എടുത്താലും ഏതാണ്ട് എല്ലാ നിയമങ്ങളിലും മതമോ ജാതിയോ പരിഗണിക്കാറില്ല. ഉദാഹരണത്തിന് വസ്തുവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ടാക്സേഷനുമായി ബന്ധപ്പെട്ടതോ ആയ കാര്യങ്ങളിൽ എല്ലാവർക്കും നിയമങ്ങൾ ഒരുപോലെ ബാധകമാണ്. എന്നാൽ സിവിൽ നിയമങ്ങളിൽ ചിലത് അവരവരുടെ മതവിശ്വാസത്തിന് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് വിവാഹം, ഡിവോഴ്സ്, ദത്തെടുക്കൽ എന്നിവയെല്ലാം പല മതങ്ങളിലും പല രീതിയിലാണ്. ഇതിനെയാണ് വ്യക്തിഗത നിയമങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഹിന്ദു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ഹിന്ദു മാരേജ് ആക്ട് 1955 പ്രകാരവും ക്രിസ്ത്യൻ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ക്രിസ്ത്യൻ മാരേജ് ആക്ട് 1872 പ്രകാരവുമാണ്. ഈ തരംതിരിവ് ഒഴിവാക്കി മതം പരിഗണിക്കാതെ എല്ലാ പൗരന്മാരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു കൂട്ടം നിയമങ്ങൾ കൊണ്ടുവരിക എന്നതാണ് ഏകീകൃത സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂറോപ്പിലാണ് ഈ രീതി ആദ്യം ഉണ്ടായത്. പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പല കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് അവിടുത്തെ വൈദികരായിരുന്നു. ഇത് പലപ്പോഴും രാജാവിന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സം നിന്നു. അങ്ങനെ കത്തോലിക് ചർച്ചിനെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നത്. ഇന്ത്യയിലെ ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷ് രാജകാലത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി പ്രത്യേകം വ്യക്തി നിയമങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും സതി പോലുള്ള മതപരമായ ആചാരങ്ങൾക്ക് കീഴിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തിനെതിരെ നിയമങ്ങൾ രൂപീകരിക്കാൻ അക്കാലത്തവർ തയ്യാറായി. ഇതിനായി അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വില്യം ബെന്റിക് ബംഗാൾ സതി റെഗുലേഷൻ ആക്ട് പാസാക്കി സതി നിരോധിച്ചു. ശേഷം 1840 ലെക്സ് ലോക്കി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കുറ്റകൃത്യങ്ങൾ, തെളിവുകൾ, കരാറുകൾ എന്നിവയ്ക്കായി ഏകീകൃത നിയമങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. എന്നാൽ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വ്യക്തി നിയമങ്ങൾ അപ്പോഴും അവർ ഏകീകരിച്ചില്ല. വർഷങ്ങൾ കഴിഞ്ഞ് 1940 കോൺഗ്രസ് നിയോഗിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയം അവതരിപ്പിച്ചു. സ്ത്രീകളുടെ ലിംഗസമത്വത്തിനായി വ്യക്തി നിയമത്തിൽ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യാനും ഒരു ഉപസമിതി തന്നെ ഉണ്ടായിരുന്നു. 1947 മൗലികാവകാശം എന്ന നിലയിൽ UCC ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമുയർന്നു. എന്നാൽ ഇന്ത്യ പോലെ ഇത്രയും മതവിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്ത് ഇത് സാധ്യമല്ല എന്ന അഭിപ്രായം കണക്കിലെടുത്ത് ഈ തീരുമാനം അന്ന് തന്നെ ഉപേക്ഷിച്ചു. പിന്നീട് 1948 അംബേദ്കറുടെ നേതൃത്വത്തിൽ ഭരണഘടന എഴുതിയുണ്ടാക്കിയപ്പോൾ ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശ തത്വങ്ങളിൽ ആർട്ടിക്കിൾ 44 ഇത് ഉൾപ്പെടുത്തി. ഇന്ത്യയുടെ പ്രദേശത്തുടനീളം അതിന്റെ പൗരന്മാർക്ക് ഒരു ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കാൻ ഭരണകൂടം ശ്രമിക്കും എന്നാണ് ആർട്ടിക്കിൾ 44 പറഞ്ഞത്. ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. എന്നാൽ DPSP ഇത്തരത്തിലൊരു അവകാശമാകുന്നില്ല. പക്ഷേ നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കുമ്പോൾ സർക്കാർ കണക്കിലെടുക്കേണ്ട ആദർശങ്ങളാണ് DPSP അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. മൗലികാവകാശങ്ങൾ നിഷേധിച്ചാൽ കോടതിയിൽ നിന്നും നീതി കിട്ടും. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കിയില്ല എന്ന കാരണത്താൽ കോടതികൾക്ക് ഇടപെടാൻ സാധിക്കില്ല. അതുപോലെ അവയ്ക്ക് മൗലികാവകാശങ്ങളെ മറികടക്കാനും കഴിവില്ല. 1950 നിയമമന്ത്രിയായിരുന്ന ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യയിലെ ഹിന്ദു വ്യക്തി നിയമം ക്രോഡീകരിക്കാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിച്ചു. സ്വതന്ത്ര ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ലിന്മേലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ ചർച്ചയായിരുന്നു ഈ ബില്ലിന്മേൽ നടന്നത്. എന്നാൽ ഹിന്ദു കോഡ് ബില്ലിൽ വ്യക്തത വരുത്താൻ കോൺഗ്രസ് തയ്യാറായില്ല. ഇക്കാരണം ചൂണ്ടിക്കാട്ടി 1951 സെപ്റ്റംബർ 27 അംബേദ്കർ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. അതിനുശേഷം ഇന്നുവരെയും ഹിന്ദു കോഡ് ബിൽ പാസ്സായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം വ്യക്തി നിയമത്തിൽ കോടതിയുടെ സുപ്രധാന ഇടപെടലുണ്ടായ ഒരു കേസാണ് 1985 മുഹമ്മദ് അഹമ്മദ് ഖാൻ വേഴ്സസ് ഷാബാനു ബീഗം കേസ് അഥവാ ഷാബാനു കേസ്. കേസിൽ വിവാഹമോചിതയായ ഷാബാനുവിന് ജീവനാംശത്തിനുള്ള അവകാശം സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചപ്പോൾ വിധി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനും മുസ്ലിം വ്യക്തി നിയമത്തിൽ കോടതികൾക്ക് എത്രത്തോളം ഇടപെടാം എന്നതിനെക്കുറിച്ചുള്ള
തർക്കത്തിനും തുടക്കമിട്ടു. എന്നാൽ അന്നത്തെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ 1986 മുസ്ലിം സ്ത്രീ വിവാഹമോചന സംരക്ഷണ നിയമം പാസാക്കിയതോടെ ഷാബാനു കേസിലെ വിധി അസാധുവായി. ഈ നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിന് ശേഷം 3 മാസത്തേക്ക് മാത്രമേ ജീവനാംശത്തിന് അവകാശമുള്ളൂ. ഷാബാനുവിന്റെ അഭിഭാഷകൻ ഡാനിയൽ ലത്തീഫി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്തെങ്കിലും സുപ്രീം കോടതി പുതിയ നിയമത്തിന്റെ സാധുത ഉയർത്തിപ്പിടിച്ചു. 1995 സർലാ മുത്തൽ വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചയാക്കിയത്. പാർലമെന്റ് ഒരു ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ചു. എന്നാൽ 2000 ലില്ലി തോമസ് വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ UCC അവതരിപ്പിക്കാൻ കേന്ദ്രത്തോട് നിർദ്ദേശിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നീട് 2014 ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലാണ് UCCയിലേക്കുള്ള ഒരു ചുവടുവയ്പ് അവസാനമായി കാണാൻ സാധിച്ചത്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തികൾക്ക് അവരുടെ വ്യക്തി നിയമങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിലും കുട്ടികളെ ദത്തെടുക്കാൻ ഈ നിയമത്തിലൂടെ കഴിഞ്ഞു. ഇനി എന്താണ് ഏകീകൃത സിവിൽ കോഡ് വരേണ്ടതിന്റെ ആവശ്യകത എന്ന് നോക്കാം. മതം പരിഗണിക്കാതെ എല്ലാ പൗരന്മാരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു കൂട്ടം നിയമങ്ങൾ സ്ഥാപിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ആവശ്യമാണ്. ഇതിലൂടെ നിയമങ്ങൾ ഓവർലാപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാം. അങ്ങനെ ഇന്ത്യൻ നിയമവ്യവസ്ഥ ലളിതമാവുകയും ഇന്ത്യൻ സമൂഹം കൂടുതൽ ഏകീകരിക്കുകയും ലിംഗസമത്വം പോലുള്ളവ ഉറപ്പാകുകയും ചെയ്യും. ഏകീകൃത സിവിൽ കോഡിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നിയമങ്ങളുള്ള സംസ്ഥാനമാണ് ഗോവ. 1962 ഗോവ ഡാമൻ ആൻഡ് ഡ്യൂ അഡ്മിനിസ്ട്രേഷൻ ആക്ട് പ്രകാരം 1961 ഗോവ ഇന്ത്യയുടെ കീഴിൽ ഒരു കേന്ദ്രഭരണ പ്രദേശമായി. അപ്പോൾ 1867 പോർച്ചുഗീസ് സിവിൽ കോഡ് തുറന്നമോ തിരുത്തണമോ എന്നത് ഗോവൻ നിയമനിർമ്മാണ സഭയ്ക്ക് തീരുമാനിക്കുമെന്ന് പാർലമെന്റ് തീരുമാനിച്ചു. അതുപ്രകാരം ഗോവ ഒരു ഏകീകൃത സിവിൽ കോഡ് തെരഞ്ഞെടുത്തു. ഈ കോഡിന് കീഴിൽ വിവാഹിതരായ ദമ്പതികൾക്ക് പങ്കാളികളുടെ ഉടമസ്ഥതയിലുള്ളതും സമ്പാദിച്ചതുമായ എല്ലാ ആസ്തികളിലും സംയുക്ത ഉടമസ്ഥതയുണ്ട്. രക്ഷിതാക്കൾക്ക് പോലും തങ്ങളുടെ മക്കൾക്ക് സ്വത്തവകാശം നിഷേധിക്കാൻ കഴിയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി ഗോവയിൽ വിവാഹം രജിസ്റ്റർ ചെയ്ത മുസ്ലിം വ്യക്തികൾക്ക് ബഹുഭാര്യത്വം അനുവദനീയമല്ല. ഇനി എന്തൊക്കെയാണ് UCC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്ന് നോക്കാം. ഇന്ത്യയിലെ വൈവിധ്യം കാരണം പൊതുവായതും ഏകീകൃതവുമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പല ന്യൂനപക്ഷ സമുദായങ്ങളും മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള തങ്ങളുടെ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമായി ഏകീകൃത സിവിൽ കോഡിനെ കാണുന്നു. മതപരമായ വിശ്വാസങ്ങളിലുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 25. അതിനാൽ UCC ജനങ്ങളുടെ മേൽ ബലമായി അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ലംഘനമാവും എന്നൊരു വാദവുമുണ്ട്. മറ്റൊന്ന്, ഗോത്ര നിയമങ്ങൾ ഇന്നും പാലിച്ചു പോരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭരണഘടന തന്നെ അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക അനുമതികൾ നൽകിയിട്ടുണ്ട്. UCC വന്നാൽ ഇതും ലംഘിക്കപ്പെടും. മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് എല്ലാ പൗരന്മാർക്കും മതത്തിന്റെ വ്യത്യാസമില്ലാതെ തന്നെ അവരുടെ മൗലികവും ഭരണഘടനാപരവുമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഒരു പൊതു സിവിൽ കോഡ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. UCC അവതരിപ്പിക്കുന്നതിലൂടെ മതേതരത്വവും ദേശീയ അഖണ്ഡതയും പോലും ശക്തിപ്പെടുത്താനാകും. എന്നാൽ ഇന്ത്യ പോലെ സാംസ്കാരികമായും മതപരമായും വൈവിധ്യമുള്ള ഒരു രാജ്യത്തിന് കടുത്ത പ്രത്യാഘാതങ്ങളൊന്നുമില്ലാതെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.